നാട്ടുകാർ ഇന്നേ വരെ കാണാത്തൊരു സാധനം. വാ കാണിച്ചു തരാം. എൻ്റെ പേര് വരുന്നില്ല. കാര്യം എൻ്റെ സൂചിക്കകത്ത് ഈ നൂല് കയറത്തില്ല. അത് തളർന്നു കിടക്കുന്ന ഒരു നൂല, അതുകൊണ്ട് അത് പറ്റത്തില്ല. ഇതിപ്പോ സത്യത്തിൽ എന്താ സംഭവിച്ചത് എനിക്ക് അങ്ങോട്ട് ക്ലിയർ ആയില്ല. മനസ്സിലാക്കി തരാം. ഇടപ്പറയിലേക്ക് പുരുഷന്മാർ സ്ത്രീകളെ ക്ഷണിക്കുന്നതിന് എന്താ തെറ്റിന്? പശുവിനെ എരുമയെ വിളിക്കാൻ പറ്റുമോ? എപ്പോഴും പുരുഷൻ അധീതയായിട്ടിരിക്കണം സ്ത്രീ. അങ്ങനെയാണ് ആദ്യകാലം. അല്ലെങ്കിൽ പറയട്ടെ, ആയാലും പുരുഷന്റെ ഒരു അരയടി താഴെ ആയിരിക്കണം സ്ത്രീ. കാലത്ത് ഈ പറയുന്ന പോലെ സ്ത്രീകൾ പുരുഷന്റെ അടിമയായിരിക്കണം, അല്ലെങ്കിൽ അടിമയെന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. വെറുതെ ആവശ്യമില്ലാത്ത വാക്ക് പറയരുത്. ഷാജി ചേട്ടാ, ഇവളെങ്ങ് ഈക്വലി ജോലി ചെയ്യാനുമായിട്ടുള്ള ഒരു റൈറ്റ് ഉണ്ട്. അതിന് ഒരു പുരുഷന്റെ കൂടെ കിടന്നാൽ മാത്രമേ എനിക്ക് ഒരു സിനിമയിൽ അഭിനയിക്കാനായിട്ട് പറ്റൂ, അല്ലെങ്കിൽ ഒരു ചാൻസ് കിട്ടൂ എന്ന് പറയുന്നത് അത് തെറ്റായിട്ടുള്ള ഒരു ഇതല്ലേ? 100% ഞാൻ യോജിക്കുന്നു. ഈ ഗർഭം ധരിക്കാനും പ്രസവിക്കാനുള്ള അവകാശവും അധികാരവും സ്ത്രീകൾക്ക് കിട്ടിയതുകൊണ്ടാണ്. ഇപ്പൊ എന്താ പറഞ്ഞ? ഗർഭം ധരിക്കാനും പ്രസവിക്കാനുള്ള അവകാശവും അധികാരവും സ്ത്രീകൾക്ക് കിട്ടിയതുകൊണ്ടാണ്. നേരെ മണി പുരുഷന്മാർക്കാണ് ഇതൊന്നും സംഭവിച്ചേനെ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഗർഭം ധരിക്കാനും പ്രസവിക്കാനുമുള്ള അവകാശം അല്ലെങ്കിൽ അവരുടെ കഴിവ് സ്ത്രീകൾക്ക് കിട്ടിയ കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ പുരുഷന്മാർക്ക് ഒറ്റയ്ക്ക് നടക്കാൻ പറ്റത്തില്ല. ബെസ്റ്റ്. എടാ, നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? തുളസി സാറിന് പേടിയുണ്ടോ? ഏതെങ്കിലും നടി ഇന്നലെ നാളെ സാറിന്റെ പേര് പറയുന്നത് പേടിയുണ്ടോ? ഞാൻ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. എൻ്റെ പേര് വരുന്നില്ല. കാര്യം എൻ്റെ സൂചിക്കകത്ത് ഈ നൂല് കയറത്തില്ല. അത് തളർന്നു കിടക്കുന്ന ഒരു നൂല, അതുകൊണ്ട് അത് പറ്റത്തില്ല. എന്നെ ഞാൻ പറയാം. പക്ഷേ സ്ത്രീകൾക്ക് എൻ്റെ പേര് പറയാം. അവർ നൂത്തെടുത്ത് കയറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് വല്ലതും നിഷേധിക്കാൻ പറ്റുമോ? ഇനി നീ എങ്ങാനും എൻ്റെ മുറിയിൽ വന്ന് നടിമാരോ തട്ടിയിട്ടുണ്ടല്ലോ. എങ്ങനെയുണ്ട്?